മർദ്ദനം തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഗർഭിണിയാണ്, ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മായിയമ്മയാണ് പറഞ്ഞത് ഇത് എൻ്റെ മോൻ്റെ കൊച്ചൊന്നും അല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് മകനോട് പറഞ്ഞത്, ചവിട്ടിക്കലക്കാനായിട്ട് പറഞ്ഞത്. അങ്ങനെ മകൻ ആ നിർദ്ദേശം അനുസരിച്ച് ഓടി വന്ന് വയറ്റത്ത് ചവിട്ടുകയായിരുന്നു. വയറ്റത്ത് ചവിട്ടി കഴുത്തിൽ കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റാതെ എനിക്ക് വെപ്രാളം കൊണ്ട് എനിക്ക് പുള്ളിയുടെ കൈയാണ് കൈ കിട്ടിയത്, അത് വെച്ച് ഒരു കടി കൊടുത്തു. കൊല്ലത്ത് ഭർതൃഗൃഹത്തിൽ സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിലാണ് 28-കാരിക്ക് അതിക്രൂര മർദ്ദനത്തിന് ഇരയാകുകയും ചെയ്തത്. എന്തായാലും യുവതി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആകെ 6 മാസമേ ആയുള്ളൂ വിവാഹം കഴിഞ്ഞിട്ടല്ലേ? അതെ, 6 മാസമേ ആയുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ അന്ന് തൊട്ടേ മർദ്ദനമുണ്ടോ? വിവാഹം കഴിഞ്ഞ ആ സമയം മുതൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ നിരന്തരം ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളും ഉപദ്രവങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ മാസം 11-ാം തീയതിയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഭർത്താവ് കുറേ ഉപദ്രവിച്ചു. ഗർഭിണിയാണെന്നറിഞ്ഞ് വയറ്റത്ത് ചവിട്ടുകയും പിന്നെ ഒരുപാട് കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം പിടിച്ച് കൊല്ലാൻ നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ എല്ലാ അമ്മായിയപ്പനും അമ്മായിയമ്മയും അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് മകനെ കൊണ്ട് ഈ ഉപദ്രവം ചെയ്യിപ്പിക്കുന്നത്. അമ്മായിയപ്പനും പറ്റാവുന്ന രീതിയിലുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്തു. ശാരീരികമായിട്ട് ഉപദ്രവിച്ചിരുന്നു കുടുംബക്കാരെല്ലാം? അമ്മായിപ്പനും ഉപദ്രവിച്ചു, ഭർത്താവ് ഒരുപാട് ഉപദ്രവിച്ചു. അതേപോലെ അസഭ്യം, കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള അസഭ്യമാണ് പറഞ്ഞത്. അത് പറഞ്ഞ് ഇവളെ കൊല്ലുമെന്ന രീതിയിൽ, ഇവളെ കൊന്നു കളയണം, ഇവളുടെ വീട്ടുകാർക്ക് ശവമേ കൊടുക്കാവുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അമ്മായിയമ്മ വന്ന് കഥ കുറ്റിയിട്ട് ഉപദ്രവിക്കാനായിട്ട് സഹായം ചെയ്തു കൊടുക്കുകയായിരുന്നു. കാരണം എന്താണ്? അവരെ പ്രകോപിപ്പിച്ച കാരണം എന്താണ്? പ്രകോപിപ്പിച്ച കാരണം എന്ന് വെച്ചാൽ എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ടും ഞാൻ മാക്സിമം അവിടെ പിടിച്ചു നിൽക്കാനാണ് നോക്കിയത്. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത്. പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടായാലല്ലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഭർത്താവിനെന്ന് പറയുന്നത് എന്നോട് താല്പര്യമില്ല എന്ന് വെച്ചാൽ അന്ന് മുതലേ പുള്ളിക്ക് കയറുന്ന പെണ്ണല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കാനൊരു അവസരം കിട്ടിയതാണ്. അത് പുള്ളി മാക്സിമം ഉപയോഗിച്ചു. അപ്പോൾ പുള്ളിക്കറിയാം എന്നെ ദേഹോപദ്രവം ചെയ്താലും ഞാനവിടെ പിടിച്ച് കിടക്കുമെന്നുള്ള കാരണം കൊണ്ടായിരിക്കും ഇത്ര ക്രൂരമായി ഉപദ്രവിച്ചാൽ പിന്നെ തിരിച്ചു ചെല്ലത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും ഇത്രയും ഉപദ്രവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീധനത്തിൻ്റെ പേരിലാണോ ഈ മർദ്ദനമെല്ലാം ഉണ്ടായത്? വീട്ടുകാരുടെ പ്രശ്നം സ്ത്രീധനമാണ്. ഭർത്താവിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്ക് പറ്റുന്നില്ല, പുള്ളിക്ക് ചേരുന്ന പെണ്ണല്ല എന്നുള്ള രീതിയിലാണ് അന്ന് മുതലുള്ള സംസാരം. പുള്ളിക്ക് ഒരു തരത്തിലും യോജിച്ചു പോകാൻ പറ്റത്തില്ല എന്നുള്ളത് വെച്ചിട്ടാണ് പുള്ളി ഉപദ്രവിച്ചത്. സ്വർണമോ പണമോ ഒക്കെ അവരുടെ പക്കലുണ്ടോ ഇപ്പോഴും? പുള്ളിയുടെ അച്ഛൻ്റെ കയ്യിലാണ്. കല്യാണം കഴിഞ്ഞ ഒന്ന് മുതലേ കയ്യിലുള്ള സ്വർണവും പണവും എല്ലാം പുള്ളി മേടിച്ചിരുന്നു. 28 പവനും 11 ലക്ഷം രൂപയാണ്. അതിൻ്റെ കാര്യത്തിൽ തിരിച്ചു ചോദിച്ചോ ഇതൊക്കെ? ഇല്ല, അങ്ങനെ തിരിച്ചു ചോദിച്ച് ഇതാക്കാൻ പറ്റി അങ്ങനെ അതിനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഏത് തരത്തിലായിരുന്നു ഈ മർദ്ദനം ഉണ്ടായിരുന്നത്? വയറ്റിലൊക്കെ ചവിട്ടിയെന്ന് പരാതിയിൽ പറയുന്നുണ്ടല്ലോ. മർദ്ദനം തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഗർഭിണിയാണ്, ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മായിയമ്മയാണ് പറഞ്ഞത് ഇത് എൻ്റെ മോൻ്റെ കൊച്ചൊന്നും അല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് മകനോട് പറഞ്ഞത്, ചവിട്ടിക്കലക്കാനായിട്ട് പറഞ്ഞത്. അങ്ങനെ മകൻ ആ നിർദ്ദേശം അനുസരിച്ച് ഓടി വന്ന് വയറ്റത്ത് ചവിട്ടുകയായിരുന്നു. വയറ്റത്ത് ചവിട്ടി കഴുത്തിൽ കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റാതെ എനിക്ക് വെപ്രാളം കൊണ്ട് എനിക്ക് പുള്ളിയുടെ കൈയാണ് കൈ കിട്ടിയത്, അത് വെച്ച് ഒരു കടി കൊടുത്തു. അങ്ങനെയാണ് വിട്ടത്. അവിടുന്ന് എടുത്ത് തന്നെ തറയിലടിച്ച് കഴുത്ത് കുത്തിപ്പിടിച്ച് തല ഇടിപ്പിച്ചു. തലയൊക്കെ മുഴച്ചിരിക്കുകയായിരുന്നു. ഞാൻ 5 ദിവസം ഓച്ചിറ സ്റ്റാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കുറേ ഉപദ്രവിച്ചു. അവർക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ഉപദ്രവം അവർ ചെയ്തു. ഭർത്താവ് കൗണ്ടറായിട്ട് എന്താ പറയുന്നത്? പോലീസ് എന്തായാലും വിളിച്ചു വരുത്തി ചോദിച്ചു കാണുമല്ലോ കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ പേരിലുള്ള ആരോപണം എന്ന് വെച്ചാൽ നാട്ടുകാരോട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഞാൻ മാനസിക രോഗിയാണെന്നുള്ള രീതിയിലാണ്. 10 വർഷം മുമ്പ് മരിച്ചുപോയ എൻ്റെ അനിയൻ്റെ കാര്യം പറഞ്ഞ് വരെ ഇപ്പോൾ എന്നെ ഇതാക്കുന്നുണ്ട്. അതിനുശേഷമാണ് എനിക്ക് മാനസിക രോഗം ഉണ്ടായെന്നുള്ള രീതിയിലാണ് നാട് മൊത്തം പറയുന്നത്. കാര്യം കല്യാണത്തിന് മുമ്പ് ഞാൻ പുള്ളിയോട് സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ ജീവിതത്തിലുണ്ടായ കുറേ വിഷമങ്ങൾ, അനിയൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് പുള്ളിയുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ആ കാര്യം വരെ പുള്ളി ഉപയോഗിക്കുകയാണ്. അപ്പം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഈ ഭർത്താവിൻ്റെ അമ്മയുടെ അമ്മ 1 മാസം കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇൻസുലിൻ എടുക്കുന്നതായാലും പുള്ളിക്കാരിക്ക് ആഹാരം കൊടുക്കുന്നതായാലും പുള്ളിക്കാരിക്ക് കൂട്ട് കിടക്കുന്നതായാലും എല്ലാ കാര്യങ്ങളും ഞാനായിരുന്നു. അപ്പോൾ അന്ന് ദിവസം എന്നെ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് സഹികെട്ടായിരിക്കണം പുള്ളിക്കാരി തടസ്സം പിടിക്കാനായിട്ട് ഓടി വന്നതാണ്. അപ്പോൾ ഞാൻ എന്നെ തറയിലിട്ടിടിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരി വീണ് കിടക്കുന്നതാണ് കാണുന്നത്. എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ സൈനികൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ അവധിക്ക് എത്തുമ്പോഴാണോ ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ശാരീരികമായി അതിക്രമിച്ചത്? അതെ, അവധിക്ക് വന്നപ്പോഴാണ് ഈ ഉപദ്രവം. ഇതിന് മുമ്പൊരു ദിവസം, ഓണത്തിന് മുമ്പൊരു ദിവസം കാറിൽ ഞങ്ങൾ യാത്ര പോയ സമയത്ത് എൻ്റെ മുഖത്തിട്ട് അടിച്ച് എൻ്റെ ചുണ്ട് പൊട്ടി ചോര വന്നു. അങ്ങനെ ഞാൻ അന്ന് ഒരുപാട് കരയുകയും എടുക്കുകയൊക്കെ ചെയ്തു. അന്നും വീട്ടിൽ കുടുംബത്തോട് പറഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമൊന്നും നടത്തിയില്ലേ? വീട്ടുകാരോട് പറഞ്ഞിരുന്നു.
അമ്മയോട് ആദ്യം പറഞ്ഞില്ല, അത് അവരുടെ വീട്ടുകാർ തന്നെ പറഞ്ഞു. മകൻ ഉപദ്രവിച്ചു എന്നുള്ള രീതി വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് എൻ്റെ വീട്ടുകാരെ വിളിച്ചറിയിച്ചത്. പക്ഷേ എനിക്ക് പുള്ളിയോട്, ഞാൻ പുള്ളിയെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പുള്ളിയെ ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചിരുന്നത്. ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് ഞാൻ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ വീട്ടുകാർ വിളിച്ചെങ്കിലും എനിക്ക് പോകാൻ പറ്റിയ ഒരു അവസ്ഥയല്ലായിരുന്നു. പക്ഷേ എനിക്കൊരു ഗുണപാഠം കിട്ടേണ്ട അത്യാവശ്യമായിരുന്നു. ഇപ്പോൾ അത് കിട്ടി. ഇനി എനിക്ക് പുള്ളിയെ മറക്കാൻ എളുപ്പമായിരിക്കും. കൊല്ലത്ത് സ്ത്രീധനത്തിൻ്റെ പേരിൽ അതിക്രൂര മർദ്ദനത്തിനാണ് യുവതി ഇരയായത്. എന്തായാലും സ്വന്തം വീട്ടിൽ പോലും പോകാനാകാതെ ബന്ധു വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്വന്തം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭർത്താവ് അവിടെ എത്തി ഉപദ്രവിക്കുമോ എന്നുള്ള ഭയവും പെൺകുട്ടി പങ്കുവയ്ക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.